ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ സ്കൂൾ ട്രിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്കൂൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ടുള്ള എൻജോയ്മെൻ്റ് എല്ലാം എനിക്കിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയും പോകുന്നത്. അതുകൊണ്ടും എനിക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ഇതുവരെ സ്കൂൾ ടൂറിന് പോയിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം എനിക്ക് പേടിയായിരുന്നു ഗൈസ്, ബസ് വല്ല കൊക്കേ പോയി വീഴുമെന്ന്. ഈ പ്രാവശ്യം ഞാൻ ചിന്തിച്ചപ്പോഴാണ് സെൻട്രൽ സ്ക്വയർ മാളിൽ എവിടെയാടാ കൊക്ക. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം, ഫ്രണ്ട്സുമായിട്ട് ചില്ലും ചെയ്യാം. എന്നാൽ പിന്നെ സെൻട്രൽ സ്ക്വയർ മാളിൽ ഒന്ന് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുതിയ സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് പോകുന്നത്. സെൻട്രൽ സ്ക്വയർ മാള് പ്ലാസ അങ്ങനെ നമ്മൾ പറയും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഗോകാട്ടിലൊക്കെ കയറി. നല്ല രസമുണ്ടായിരുന്നു ഗോകാട്ടും സാധനങ്ങളൊക്കെ. ഞാൻ കുറേ ഡ്രൈവൊക്കെ ചെയ്തു. പിന്നെ ഈ ട്രെയിനായിരുന്നു ഇതിലേറ്റവും നല്ല റൈഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുട്ടികളുടെ പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറേ സാധനങ്ങളൊക്കെയുള്ള ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന. അപ്പോൾ സിസ്റ്റർ പാവന രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഗൈസ്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഈ പ്ലെയിനിലൊക്കെ ഞങ്ങളും കയറിയായിരുന്നു, അതും പൊളി വൈബായിരുന്നു. പക്ഷെ എനിക്ക് ആ ട്രെയിനാണ് കേട്ടോ കുത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത്. പ്ലെയിനും കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ പൊങ്ങും താഴും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിലൊന്നും എന്നെ കാണാനില്ലല്ലോ. എന്നെ കാണാത്തത് നമ്മൾ അവിടെ നിന്ന് വെച്ച് തന്നെ സ്പ്ലിറ്റ് ആക്കി ഓരോ ഗ്രൂപ്പാക്കി തന്നെ. ഇപ്പം നിങ്ങൾ ആ അറ്റത്ത് നിൽക്കുന്ന പെൺകുട്ടീനെ നോക്കിയാൽ അത് ഞാനാണ് ഗൈസ്. ആ മുടി കിട്ടിയതല്ല, അതിൻ്റെ അപ്പുറത്തുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഡാൻസ് ടൈം അങ്ങോട്ട് തന്നു കേട്ടോ. ഇത് ഈവനിങ്ങിലാണ് തന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോണ സമയമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഡാൻസ് ടൈം തന്നത്. പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ തന്നു. അവർ തന്നെ റെസ്റ്റ് ടൈമൊക്കെ തന്നു ഗൈസ്. പിന്നെ എന്നെ കണ്ടില്ലേ ഗൈസ്, ഞങ്ങൾ 3D മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരികയാണ്. 3D മൂവി അടിപൊളിയായിരുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് 3D മൂവി കാണുന്നത്. കണ്ടിട്ടുണ്ട് ഗൈസ് 3D മൂവി. ഒരു ഡിനോസറിൻ്റെ മൂവിയാണ്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളും ഡാൻസ് കളിച്ച് നല്ല ചില്ലായി. പിന്നെ ഇതുപോലത്തെ കുറച്ച് മിനി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, കാർണിവൽ ആക്ടിവിറ്റീസ് അതുപോലെയൊക്കെ. പിന്നെ ഞാനും ഇതിലൊക്കെ കയറിയായിരുന്നു ഗൈസ്. ഞാൻ ബൈക്കൊന്നും ഓടിച്ചില്ല. ഞാൻ കുറച്ച് കാറും പിന്നെ ഷൂട്ട് ഗെയിമും പിന്നെ VR ഷോ ഒക്കെ കണ്ടു. ഞാൻ 2 VR ഷോ കണ്ടു. ആദ്യത്തെ VR ഷോ കൊള്ളായിരുന്നു. പക്ഷെ രണ്ടാമത് ഒരു ഹെലികോപ്റ്ററിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു VR ഷോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങോട്ട് ഡാൻസിൻ്റെ മേളമായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കുറേ പാട്ടൊക്കെ കിട്ടുമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയായിരുന്നു കളിക്കുന്നത്, ഞങ്ങൾക്ക് സ്റ്റെപ്പ് അറിയൂല, ഞങ്ങൾ എന്തൊക്കെയായിട്ട് കളിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മീൻസ് എനിക്കും എല്ലാവർക്കും ആ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട് വരെ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്രയും ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ 3D ടൈം ആയിരുന്നു ഗൈസ്. 3D ടൈം അടിപൊളിയായിരുന്നു. ഇതെൻ്റെ ക്ലാസ് അല്ല കേട്ടോ, ഇതെൻ്റെ ഗ്രൂപ്പേ അല്ല, ഏതോ വേറെ ഗ്രൂപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി ടൈം ആയിരുന്നു. നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും വെജ് വേണ്ടവർക്ക് വെജും ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോയി. എല്ലാവരും കഴിച്ച് തീരാൻ കുറേ സമയമൊക്കെ എടുത്തു, എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇങ്ങോട്ട് പോയി. പിന്നെ ഈ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾ മേലെയാണ് ഇരുന്നത്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അവിടുത്തെ ആൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നെ, ഈ ബുക്ക്. അടിപൊളിയായി.